നമുക്കൊരു നാടൻ കൊഞ്ച് റോസ്റ്റ് ഉണ്ടാക്കാം. അതിനുവേണ്ടി ഇതിന്റെ അകത്തേക്ക് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് നാരങ്ങ നീരൂടെ പിഴിഞ്ഞ് ഇത് നമുക്ക് ഒരു അരമണിക്കൂർ മാഗ്നേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഒരു അരമണിക്കൂർ നമ്മൾ ഇവിടെ വെച്ചായിരുന്നു. ഇനി നമുക്ക് ഈ കൊഞ്ചിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓവറായിട്ട് ഫ്രൈ ആക്കിയാൽ കൊഞ്ച് റബ്ബർ പോലെ ആയിപ്പോ. അപ്പൊ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഫ്രൈ ചെയ്ത പാനിലേക്ക് തന്നെ നമുക്ക് ഇതിന്റെ അകത്തേക്ക് സവാള അരിഞ്ഞത്, ഇഞ്ചി അരിഞ്ഞത്, വെളുത്തുള്ളി അരിഞ്ഞത്, പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഇത് ഇത്രയും ഇട്ട് നന്നായിട്ടൊന്ന് വട്ടിയെടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞ തക്കാളിപ്പഴം കൂടെ ഇട്ട് കൊടുക്കാം. അപ്പൊ തക്കാളിയുടെ ചേർത്ത് നന്നായിട്ട് നമ്മൾ ഇവിടെ വട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ അകത്തേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. കുറച്ച് മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടിയൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റി ഇതിന്റെ അകത്തേക്ക് കുറച്ച് വെള്ളവും മീൻപുളി കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന കൊഞ്ച് കൂടി ഇട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് എടുക്കാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കൊഞ്ച് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങളുടെ ചാനൽ ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.